അറിഞ്ഞിടത്തോളം ഇന്ന് കുറെ കോൺഗ്രസ്സുകാർ പെട്ടുപോയിട്ടുണ്ട് ആ സമരത്തിനിടയ്ക്ക്. ഏറെക്കാലമായിട്ട് നമ്മുടെ ന്യൂസ് മലയാളത്തിൽ പറഞ്ഞ പോലെ ഈ സമരം തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നല്ല, എത്രയോ ദിവസങ്ങളായി. ഒരു ഫേസ്ബുക്ക് പോസ്റ്റെങ്കിലും ഇട്ടിട്ട് ഇവർക്ക് ഒരു അഭിവാദ്യം അർപ്പിക്കുക, ഇവരോടൊപ്പം നിൽക്കുന്നു എന്ന് പറയാത്ത ആളുകളൊക്കെ ഇന്ന് സമരത്തിനൊപ്പം പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കോൺഗ്രസിനെ കുറിച്ചിട്ടാണ്. ഏറെക്കാലമായി നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കം ടൂറിലായിരുന്നു, ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് സമയത്താണ് വന്നത്. കറക്റ്റ് സമയത്ത് വരുന്നു, ഈ സമരക്കാർക്കൊപ്പം നിൽക്കുന്നു, തല്ലുകൊള്ളുന്നു, അദ്ദേഹം അടക്കം വലിച്ചിഴക്കപ്പെടുന്നു. എവിടെയാണ് നമ്മുടെ ജനാധിപത്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ തമാശ വാക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ന്യൂസ് മലയാളത്തിൽ ഇതിനെക്കുറിച്ച് രസകരമായിട്ട് പറയുന്നുണ്ട്, ഒന്ന് കണ്ടുനോക്കൂ. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ അവിടെ ആ സമരവേദിയിലേക്ക് കടന്നില്ലാൻ ശ്രമിക്കുമ്പോൾ തടയുന്നു, അവിടെ MA പ്രശ്നം ഉണ്ടാക്കുന്നു പോലീസുമായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, പോലീസ് എങ്ങനെയാണ് ഒരു MP ഒക്കെ അല്ലേ, ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന് നമ്മൾ കരുതി. ഇന്നിപ്പോ വന്ന് നിൽക്കുമ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനെ തന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക്. അതായത് ഈ സമരം തുടങ്ങിയ അന്ന് മുതൽ പ്രതിപക്ഷത്തുള്ള CPMന്റെ ഭാഗത്തുള്ള ആളുകളൊക്കെ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ട്. ഒരു കോൺഗ്രസ്സുകാരനെ പോലും നമ്മളവിടെ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇനി BJPക്കാരെ കാണുമോ? ഇല്ല, തീർച്ചയായിട്ടും BJPക്കാർ അവിടെ ഉണ്ടാവില്ല. ഒരു തരത്തിലും മനുഷ്യർക്ക് ഗുണകരമായിട്ടുള്ള ഒരു സമരത്തിനൊപ്പോഴും അവർ പണ്ടും നിന്നിട്ടില്ല, ഇനി നിൽക്കുകയുമില്ല. സമര സമയത്ത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒറ്റക്കൊടുക്കാമെന്ന് ആലോചിച്ച് തലമുണ്ടായി നടന്ന ആൾക്കാരാണ്. മാപ്പെഴുതി കൈ കഴിഞ്ഞ ആൾക്കാരാണ്. ഷൂ നക്കി നാവിൻ്റെ തരിതരിപ്പൊക്കെ പോയിട്ട് മിനുസമാക്കിയ ആൾക്കാരാണ്. അപ്പോൾ അവരിൽ നമ്മൾ ഒരിക്കലും നല്ലതൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. എന്തായാലും കേൾക്ക്. നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ ഈ 10-22 ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഈ വിഷയത്തെ പിന്തുണച്ചിടാത്തവരാണ് ഇന്ന് അറസ്റ്റിലായ കോൺഗ്രസ് നേതാക്കൾ എല്ലാം എന്നുള്ളത് ഇത്തരുണത്തിൽ ഓർത്തു പോകണം, പ്രത്യേകിച്ച് കേരളത്തിലെ. തീർച്ചയായിട്ടും കേരളത്തിൽ ആരെങ്കിലും ഈ പറയുന്ന 10-22 കുട്ടികൾ മരിച്ചുപോയതിൻ്റെ ഭാഗമായിട്ട് മറ്റും നടത്തപ്പെടുന്ന ഈ ഒരു സമരത്തെ, നീറ്റ് പേപ്പർ ലീക്കിന്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന ഈ സമരത്തെ നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും കോൺഗ്രസ്സുകാർ പോസ്റ്റ് ഇട്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു വാക്കെങ്കിലും, ഒരു വരിയെങ്കിലും. അതിനൊക്കെ എത്രയും മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള ആളുകളൊക്കെ ഇത് എഴുതുകയും ഇതിനെ പറ്റിയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ ആ സമരവേദിയിൽ പോവുകയും റഹീം അടക്കമുള്ള ആളുകൾ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സമരവേദിയിൽ പോവുകയും അവരോടൊപ്പം മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി കേൾക്ക്. അക്ഷരം ഇതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല, ഈ കാര്യത്തിൽ ഒരു പിന്തുണ കൊടുത്തിട്ടില്ല. ഇന്നലെ പുറത്തു വന്ന വാർത്ത, ജയറാം രമേശ് ഇത് BJP പിന്തുണയോടെയുള്ളതാണ് എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയും അവശേഷിക്കുകയാണ്. കാരണം അങ്ങനെയാണ് ഇവരുടെ ചിന്ത പൊതുവെ പോവുക. അതിന് കാരണം എന്താ? രാഹുൽ ഗാന്ധി തന്നെ കരുതിയിരിക്കുന്നത് എന്താണ്, സമരമൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല എന്നുള്ള തോന്നൽ പ്രകാശിപ്പിക്കുകയും അത് നാട്ടുകാരോട് വിളിച്ചു പറയുകയും അത് എന്തായാലും ഇത് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഇവർ വിചാരിക്കുന്നത് ഇവിടെ കാര്യങ്ങളൊന്നും നേരം മെനയ്ക്കൊന്നും നടക്കില്ല എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവരെ ചിന്തകളിൽ ഒരിക്കലും ഇവിടെ സമരം ചെയ്തിട്ട് മോദിയെ പരാജയപ്പെടുത്താമെന്നോ ഇവിടെ BJPയെ പരാജയപ്പെടുത്താമെന്നോ ഇവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇത് ഒരു വലിയ അവസരമാണ്. ഇത് വേണമെങ്കിൽ ഈ BJPക്കാരൊക്കെ പറയുന്ന പോലെ ഇതൊരു സുവർണാവസരം തന്നെയാണ് കോൺഗ്രസിന്. ഇപ്പോൾ ഈ കോൺഗ്രസിന് ശക്തമായി നിൽക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അവിടെ വരികയും അറസ്റ്റ് വരികയും ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ പ്രക്ഷോഭമായിട്ട് മാറുകയാണ് എങ്കിൽ ഒരു സംശയവുമില്ല, ഭരണമാറ്റത്തിന് പോലും മായക്കാവുന്ന രീതിയിലാണ് യുവാക്കൾ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെയും മറ്റന്നാളൊക്കെ അവിടേക്ക് യുവാക്കളുടെ ഒഴുക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മുന്നണിയെ തന്നെ തകർക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുന്നതിലേക്ക്, നിഷ്ക്രിയമാക്കുന്നതിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ. അങ്ങനെ ഇന്ത്യ മുന്നണിക്കകത്ത് ഒരു ബോംബ് പൊട്ടിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ദേശയാത്ര പോയത്. പിന്നെ 10-20 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ സമരം നടക്കുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ആരോ ഒന്നുകിൽ അദ്ദേഹത്തിന് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആരെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഖാർഗെയുടെ വസതിയിലേക്ക് നേതാക്കന്മാരെ എല്ലാം വിളിപ്പിക്കുകയായിരുന്നു, മുഖ്യമന്ത്രിമാരെ അടക്കം. അറിഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഒരു ബോധോദയം ഉണ്ടായിരുന്നതാണ്. എല്ലാ നമ്മുടെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും വസതിയിലേക്ക് വിളിക്കുന്നു.
അറിഞ്ഞത് അദ്ദേഹം ഇതൊരു സാധാരണ എന്തൊരു ചർച്ച, അവരെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വിളിച്ചതാണ് എന്ന രീതിയിലാണ്. ഒരിക്കലും ഈ പറയുന്ന ഈ ക്രൊക്കോച്ച് പാർട്ടിയുടെ സമരത്തിന് അനുകൂലിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുള്ളൊരു ഇൻഫർമേഷൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല. എനിക്ക് മനസ്സിലായത് അത് നമ്മുടെ VD സതീശമേനോന് പോലും കിട്ടിയിട്ടില്ല. വളരെ പെട്ടെന്ന് അവിടെ എത്തണം, ഒരു വലിയ ചർച്ച നടക്കാൻ പോകുന്നു എന്നത് മാത്രമാണ് അവർക്ക് അറിയുള്ളൂ. അവിടെ എത്തിയപ്പോഴാണ് ഈ ചെങ്ങ എല്ലാവരും വന്നോ അന്ന് ഇറങ്ങിക്കൂടി എന്ന് പറഞ്ഞിട്ട് നേരെ സമരത്തിനിറങ്ങി. പിന്നാലെ പോവല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ്. അടക്കം ഖാർഗെയുടെ വസതിയിലേക്ക് വിളിപ്പിച്ചതിന് ശേഷം നേരെ ഇന്ന് സമരരംഗത്തേക്ക് കടന്നു. ഇപ്പൊ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്, ഈ വിദ്യാർത്ഥികളുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയാണ് പ്രതിപക്ഷം എന്ന്. അങ്ങനെയൊന്നും കരുതേണ്ടതില്ല. പ്രതിപക്ഷം ഈ സമരം ചെയ്യാനായിട്ടുള്ള ആർജവും പ്രതിപക്ഷത്തെ ഏറ്റവും സുപ്രധാന പാർട്ടി കാണിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലായിരിക്കണം ഈ ദിവസം കടന്നു പോകേണ്ടതെന്നാണ്. കാരണം ഇന്നലെ ആ വീട്ടിലുള്ള അതിക്രമമാണ് നടന്നത്. അത് കണ്ടപ്പോ ഈ സാഹചര്യങ്ങളുടെ ഒരു സ്ഥിതി എന്താണെന്ന് ഇന്നൊരു ദിവസം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ ഇത് BJP പിന്തുണയ്ക്കുന്ന സമരമാണെന്നായിരുന്നു ഇവരുടെ തോന്നൽ. പിന്നെ ഈ തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നതിന്റെ ഒരു പ്രശ്നം പറയാം. ഈ അണ്ണാ ഹസാരെ സമരം നടത്തുന്ന സമയത്ത് നിരൂപമായ പിന്തുണ BJPയുടേതും അവിടെ മറ്റു പാർട്ടികളുടേതും മറ്റെല്ലാവരുടെയും പിന്തുണ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അധികാരത്തിൽ കയറിയത് BJP എന്ന് മാത്രം. അണ്ണാ ഹസാരെ അവർക്കാണ് ഗുണം ചെയ്തത്. എല്ലാവരും വിചാരിച്ചത് കോൺഗ്രസിന് വലിയ ഗുണമായിരിക്കും എന്നുള്ളതാണ്. അതേപോലെയാണ് ഇന്നും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അറിയാതെ ആണെങ്കിലും ഇവിടുത്തെ കുറെ കോൺഗ്രസ്സുകാർ ചെറുതായിട്ടൊന്ന് അടികൊള്ളുകയും ചില മാന്തലുകളും പിച്ചലുകളൊക്കെ കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം രാജ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രം നിലനിൽക്കുന്നു. വീണ്ടും നാളെയും മറ്റന്നാളും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള ആക്രമണവും മറ്റുമൊക്കെ ഇത്തരം നേതാക്കന്മാർക്ക് കിട്ടണമെന്ന് തന്നെയാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമാണ് ഇവിടുത്തെ ജനത ഉണരുകയുള്ളൂ. ഈ പറയുന്ന സംഘി ഗോധി മീഡിയകളൊക്കെ നിശബ്ദമാണ് ഇപ്പോഴും. ഇന്റർനാഷണൽ ന്യൂസുകളൊക്കെ ഗംഭീരമായിട്ട് ഈ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം അവരുടെ തന്നെ കുട്ടികളോട് എന്താണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങൾ ഉയരുകയും ഒരുപക്ഷെ ഭരണമാറ്റത്തിന് പോലും കാരണമായേക്കാവുന്ന രീതിയിൽ ഇതൊക്കെ സാധ്യത വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിക്കുന്നത് ഏതോ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെയാണ്. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്, ഈ നിങ്ങൾ കമ്പനിയിൽ എന്തായാലും കുഴപ്പം കാണിച്ചാൽ നിങ്ങളെ പിരിച്ചുവിടും. അതെന്തിനാണ്? ബാക്കി ജീവനക്കാർക്ക് ഒരു ഭയം വേണം, മര്യാദയ്ക്ക് പണിയെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നത്. സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതല്ലല്ലോ ലക്ഷ്യം. മര്യാദയ്ക്ക് പണി എടുത്തില്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്യും, ജനം ചോദ്യം ചെയ്യും, ചിലപ്പോൾ പണി പോകും എന്നുള്ള ബോധ്യം ഈ ഭരിക്കുന്നവർക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് എന്ന് വിശദീകരിച്ചു. അപ്പോ എന്തായാലും ഗംഭീരമാണ് കാര്യങ്ങളെല്ലാം. ഇത്രയും ഗംഭീരമായിട്ട് തന്നെ പോട്ടെ. ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വന്നു പോകും, കരച്ചിൽ വന്നു പോകും. എന്തൊരു ഭീകരമാണ്. എനിക്ക് ജോഷിയുടെ ഒക്കെ പണ്ടത്തെ ഒരു ഡൽഹിയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ചില സിനിമകളൊക്കെ കണ്ടൊരു ഫീലിങ്, പോലീസുകാരുടെ ഈ ആക്രമണമൊക്കെ കാണുമ്പോഴേ അങ്ങനത്തെ എന്തൊക്കെയോ നിഗൂഢതകൾ ഇതിൻ്റെ ഒക്കെ പുറകിലുണ്ടല്ലോ എന്നൊക്കെ തോന്നലൊക്കെ ഉണ്ടായി പോകും. ബൈ.